ഇന്നത്തെ സ്പെഷ്യൽ വ്യത്യസ്തമായൊരു ചെമ്മീൻ റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, പെപ്പർ പ്രോൺ റോസ്റ്റ്. അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോകാം. ഇതൊന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മണിക്കൂർ മാറ്റി വയ്ക്കണം. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് മറ്റൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ചെയ്യുന്നതാവും നല്ലത്. അപ്പം ഞാനത് കുറച്ച് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓയിലിലേക്ക് ചെറിയ 2 സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8-10 ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി കൂടെ ഇതിലേക്കൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ വഴറ്റിയെടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പാനിൽ തന്നെ വീണ്ടും കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനെല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്താണ് ഇതിൽ ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്താൽ പോരാ, ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. ഇതൊരു നാടൻ റെസിപ്പിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഇത് മൺചട്ടിയിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മളിത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുമ്പോൾ അത്രയധികം ഓയിൽ യൂസ് ചെയ്യാതെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു ചെമ്മീനെല്ലാം ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റോസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് കുരുമുളകാണ് കൂടുതലായി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചെമ്മീനൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിൽ നിന്നും നന്നായിട്ട് വെള്ളം പുറത്തേക്ക് വരും. അപ്പം അത് മൊത്തം ഒന്ന് വറ്റിച്ചെടുത്ത ശേഷം വേണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായി. അപ്പം ഞാനൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിയ ശേഷം ഓയിലിൽ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ചെമ്മീനെല്ലാം ഒന്ന് കോരി മാറ്റുന്നു. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഓയിലിലേക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് ഞാൻ 2-3 പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഈ സമയത്ത് കുറച്ചുകൂടെ കറിവേപ്പില ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മാത്രമാണ് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ്. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവർ അത്രയും കിട്ടില്ല. അപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 1 മുറി തക്കാളി കൂടി പോകണ്ട, ഒരു തക്കാളിയുടെ പകുതി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് ഇതൊന്ന് പേസ്റ്റ് ഫോമിലാക്കി എടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയും തക്കാളിയും എല്ലാം ചേർന്ന് നല്ലൊരു കുഴമ്പ് പരുവത്തിനാക്കി എടുക്കണം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ തവി കൊണ്ട് ഞാനത് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുഴമ്പ് പരുവത്തിനാക്കി ഇതിൽ ഓയിലെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്ന ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ സവാള ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. മറ്റുള്ള ആ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കൂടെ ചേർത്ത് നമ്മളിത് ഫ്രൈ ചെയ്താൽ ഇത്രയും നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇത് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം
ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കറി മസാലയാണ്. ഗരം മസാല കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മസാലയിലേക്ക് ഈ പൊടികളുടെ ഫ്ലേവർ കൂടെ ചെല്ലണം. ഇതൊന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഇതൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കണം. ഇതെല്ലാം ചേർന്ന് മിക്സായി നല്ലൊരു ഫ്ലേവർ വരും. ആ സമയത്ത് നമുക്ക് തുറക്കുന്ന സമയത്തേക്ക് ഇതിൽ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറക്കുകയാണ്. ഇപ്പോൾ ഈ മസാലയും ഈ ചെമ്മീനും എല്ലാമായിട്ട് നല്ലൊരു ഫോമിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മല്ലിയിലയുടെ ഫ്ലേവർ കൂടെ വരുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ഈ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ച ശേഷം ഈ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് ആയ ശേഷം നമ്മൾ കഴിക്കുമ്പോഴേക്കും എടുത്താൽ മതിയാകും. കുരുമുളക് ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകില്ലേ, ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്